അസ്സലാമു അലൈക്കും. നമുക്കിന്നത്തെ സദ്യ സീരീസിൽ അടിപൊളി നാടൻ സാമ്പാർ നോക്കിയാലോ. കുറച്ച് പരിപ്പ്, വെള്ളിയുള്ളി, പച്ചമുളകിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. ക്യാരറ്റ്, മുരിങ്ങാക്കോല്, ചേന, പച്ചക്കായ, അതേപോലെ തന്നെ വെള്ളരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ എടുത്തോട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഞാനൊന്നത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ചെറിയുള്ളി, മല്ലിപ്പൊടിയും കൂടി വറുത്തെടുത്ത കൂട്ടാണ്. അതൊന്ന് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മൾ ഈ നേരത്തെ വേവിക്കാൻ വെച്ച കൂട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പില്ലേ, അത് വെന്ത് വന്നിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതും ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് വെണ്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. വെണ്ട അധികം വേവില്ലാത്തതുകൊണ്ടാണ്. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇട്ട് ഞാനതൊന്ന് ഇളക്കി വെച്ചു. പിന്നെ ഉപ്പ് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. കുറച്ച് കായംപൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാമ്പാറിൻ്റെ ഏകദേശം കഴിഞ്ഞു. പിന്നെ അതിലേക്ക് ലാസ്റ്റ് നമ്മൾ ആ ഒരു അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ടൊന്ന് അതിനെ കുറുക്കിയെടുത്താൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ച് കരിവേപ്പില, ചുവന്ന മുളകും വറുത്തെടുത്തിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു നാടൻ സാമ്പാറാണ്. സാമ്പാർ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.